വർക്കി, ദേടാ അച്ഛൻ വരുന്നടാ. പോവാൻ പറ. ഞാനെങ്ങനെയാടാ അച്ഛനോട് പോവാൻ പറയുന്നേ? പോവാൻ പറ. 20 വർഷം മുന്നേ എന്നെ എൻ്റെ അമ്മച്ചീനെയും വിട്ടച്ചു പോയതാ, എന്നിട്ടും വന്നിരിക്കുന്നു. ഡാ അഭിനയം നിർത്തടാ. ഇടവകയിലെ അച്ഛൻ വരുന്നു എന്നാ ഞാൻ പറഞ്ഞത്. നോക്കി. എടാ മോനെ, നിന്നെ കഴിഞ്ഞ് ക്രിസ്മസ് കുർബാനയ്ക്ക് കണ്ടില്ലല്ലോ, എവിടെയായിരുന്നു? ഈ പള്ളിയും പട്ടക്കാരനും ഇവിടെയൊക്കെ തന്നെ ഉണ്ടേ. എന്ത് പറയാനാ അച്ഛാ, ഒരു ക്രിസ്മസ് പാർട്ടി ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞ് എവിടെയാ സമയം. എങ്ങനെയുണ്ടായിരുന്നു പാർട്ടി? പാർട്ടി ഞങ്ങൾ പാട്ടൊക്കെ പാടി സെറ്റാക്കി. ഏത് പാട്ടായിരുന്നു? മണ്ണിലൊരു പൈതലിനാൻ കാതോട് കാതോരം കേട്ടിരുന്നു, ദൈവപുത്രൻ പിറക്കുമെന്ന്. ആകാശവീതിയിൽ മാലാഖമാരവ സ്നേഹത്തിൻ നിറകുണ്ടമാ താരാട്ട് പാടി ഉറച്ചി. എന്നിട്ട് ഇച്ചിരി മയത്തിലൊക്കെ പാടാ, ഇതൊക്കെ ഇടിഞ്ഞ് താഴെ വീഴുമല്ലോ. കണ്ണും 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 കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി, കാതോട് കാതോട് കാത്തിരുന്നു. 10 പൈസയുടെ വിളി പോലും അവന് വന്നിട്ടില്ല. എന്നിട്ട് ദേവപുത്രൻ പിറന്നോ? പിറന്നു കാണും, പിന്നെ പിറക്കാതെ. ഇതെന്താ അച്ഛനൊന്നും അറിയാത്ത പോലെ? ഒന്ന് പോവാ അച്ഛാ. ഡാ നിന്റെ ചേട്ടനങ്ങ് ദുഫൈലല്ലേ, ദുഫൈല്. അവൻ നിനക്ക് വല്ലതും തരുവോ? പഠിത്തത്തിൽ വല്ലതും സഹായിക്കുവോ? അവനിടയ്ക്ക് തരണം എന്നുണ്ട്, ഞാൻ കൊള്ളാതെ അങ്ങ് ഒഴിഞ്ഞു മാറും. അച്ഛൻ ഇവന് ഈ കരോൾ മത്സരത്തിനൊക്കെ ഒരു അവസരം കൊടുത്തുകൂടായിരുന്നോ? ഇവൻ എത്ര നാളായി ഈ ഗിത്താറും പിടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുന്നേ? കഴിഞ്ഞ ദുഃഖ വെള്ളിയാഴ്ചക്ക് ഇവനോട് ഞാൻ പാട്ട് പാടാൻ പറഞ്ഞായിരുന്നു. എടാ ഒന്ന് ആ പാട്ട് കേൾപ്പിക്കടാ. യേശുവിനെ യൂദന്മാർ കുനുകുന കുനുകുന കുത്തി, യേശുവിനെ യൂദന്മാർ കുനുകുന കുനുകുന കുത്തി, യേശുവിനെ യൂദന്മാർ കുനുകുന കുനുകുന കുത്തി, യേശുവിനെ യൂദന്മാർ കുനുകുന കുനുകുന കുത്തി. ഇവനിങ്ങനെ കുനുകുന കുത്തുകയും പള്ളിയിലെ ഒരു സംഘം വന്ന് എന്നെ കുത്താൻ നോക്കുകയും ചെയ്തു. എടാ നിന്റെ അപ്പൻ എന്നോടൊരു പരാതി പറഞ്ഞു. നീ വിശുദ്ധ പ്രമാണം കൊണ്ട് നഷ്ടപ്പെടുത്തിയെന്ന്. കളഞ്ഞോടാ. 2 ദിവസം സഹകരണ ബാങ്കിൽ വെച്ചിട്ടുണ്ട്, നാളെ എടുക്കും. എടാ വിശുദ്ധ പ്രമാണം എന്ന് വെച്ചാ ബൈബിൾ. ഓ ബൈബിളിനെ കുറിച്ച് എനിക്ക് ഒരുപാട് അറിയാം അച്ഛാ. എന്തറിയാന്നാ നീ പറയുന്നേ? പിന്നെ 5-ാമത്തെ വയസ്സിൽ വെള്ളം പോലെ അരച്ചു കലക്കി കുടിച്ചവനല്ലേ ഞാൻ. എന്നാ ഞാൻ ബൈബിളിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ? ഇപ്പൊ ബൈബിളൊന്നും ഇല്ല അച്ഛാ, വെള്ളം പോലെ അരച്ചു കലക്കി കുടിച്ചില്ലേ. എന്നാലും ദൈവപുത്രൻ ജനിച്ചു എന്ന് പാടിയ സ്ഥിതിക്ക് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ചോദിച്ചോ. എടാ ഈ ദൈവപുത്രൻ ജനിച്ചപ്പോ ഇട്ട പേരെന്തായിരുന്നു? ഇതെന്തൊരു ചോദ്യാ അച്ഛാ, ഇതൊന്നും അച്ഛൻ അറിഞ്ഞൂടെ? യേശു ക്രിസ്തു. സിമ്പിൾ. ബെസ്റ്റ്. ഇങ്ങനെ പോയാൽ തീർന്നു. എടാ കുഞ്ഞുങ്ങളെ, ഈ ട്രീ ഡെക്കറേഷനും പള്ളിയിലെയും വീട്ടിലെയും ഒരുക്കങ്ങളും ഗിഫ്റ്റ്സ്, സ്വീറ്റ്സ്, മധുരങ്ങൾ, ഇതെല്ലാം നമ്മുടെ ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. ഓക്കെ, നമ്മുടെയൊക്കെ സന്തോഷത്തിൻ്റെ പ്രതീകവുമാണ്. കേക്ക് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ അത് വാങ്ങുമ്പോൾ മാത്രമല്ല, അത് പങ്കുവെക്കുമ്പോഴാണ് അർത്ഥവത്തായ ക്രിസ്മസ് ആകുന്നത്. നമ്മുടെ പങ്കിൽ നിന്ന് വേറെ ഒരാൾക്ക് കൊടുക്കുമ്പോഴാണ് സ്നേഹം പകരുന്നത്. ഇതിലെല്ലാം യേശുവിനെ കാണാൻ നമ്മൾ മറന്നു പോകരുത്. കരോൾ പാടുന്നത്, പാട്ടുകൾ ആലപിക്കുന്നത് ആഘോഷം മാത്രമല്ല, പിന്നെ സാന്റാക്ലോസിന്റെ ഡാൻസ് മാത്രമല്ല, അത് യേശുവിൻ്റെ ജനനാഘോഷമാണ് എന്നുള്ള ബോധ്യം നമുക്ക് വേണം. പണ്ടൊരിക്കൽ ചെസ്റ്റർട്ടൺ എന്ന് പറഞ്ഞ ഒരാൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. When we were children, we were grateful to those who filled our stockings at Christmas time. But why are we not grateful to God for filling our stocking with likes? ക്രിസ്തുമസ് എന്ന വാക്കിൽ തന്നെ ക്രിസ്തു ഉണ്ട്. നിങ്ങളുടെ ആ പാർട്ടിയിൽ ഉണ്ടായിരുന്നോ? ഇല്ലാലോ. ക്രിസ്തുമസ് എന്ന് വെച്ചാൽ ക്രൈസ്റ്റ് മാസാണ്. യേശുവിൻ്റെ പേര് ജനന സമയത്തിട്ടത് ഇമ്മാനുവേൽ എന്നും.
അതിൻ്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ, ഗോഡ് വിത്ത് അസ്. ഈ പരമ്പരാഗതമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിലെല്ലാം യേശുവിനെ കാണണം, ക്രിസ്തു എന്ന രക്ഷകനെ മുന്നിൽ നിർത്തണം. ഈ ക്രിസ്മസ് നമുക്കും ഏവർക്കും സാധിക്കട്ടെ. Sons of men should become sons of God. That was truly a comical as well as a meaningful skit. Appreciation to the direction, script writing, and narration of Steffi George, audio editing by Gregory Thomas and Marina Thomas, actors Alvin Joseph, Gregory Thomas, Marina Thomas, Ria Matthew, Vanessa Matthew, Irene Benny, Sarah Ashish, Ashley Ashish, and Maria Bijosh. Kudos to the team of St. George Youth Association Nagpur for reminding us once again of the humility and the purpose of Christ's birth.